പ്രശസ്ത ഗായിക കെ.എസ്. ചിത്ര അങ്ങനെ പറയണമായിരുന്നോ? അത് വേണ്ടായിരുന്നു, അത് ശരിയായില്ല എന്നിങ്ങനെ രണ്ട് ഭാഗത്തു നിന്നുള്ള പിന്തുണയും വിമർശനങ്ങളുമാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കെ.എസ്. ചിത്ര നേരിടുന്നത്. അത് സാമൂഹിക മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ അതിങ്ങനെ പടർന്ന് പന്തലിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ അഭിപ്രായങ്ങൾ വന്ന ഒരു അവസ്ഥയാണ്. അവർ അങ്ങനെ പറയണമായിരുന്നോ എന്ന ഒരു ചോദ്യം ആദ്യം വരുന്നു. എന്തുകൊണ്ട് ആ ചോദ്യം വരുന്നു? കെ.എസ്. ചിത്ര ഒരു രാഷ്ട്രീയ നേതാവോ ഏതെങ്കിലും മതസന്നദ്ധ ഈ സംഘപരിവാർ അല്ലെ ഹൈന്ദവ സന്നദ്ധ സംഘടനകളുടെ നേതാവോ പ്രവർത്തകയോ ഒന്നുമല്ല, രാഷ്ട്രീയക്കാരിയുമല്ല, വലിയ വായനയോ എഴുത്തോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ വ്യക്തി. എന്നാൽ ലോകമറിയപ്പെടുന്ന, ലോകത്തുള്ള മലയാളികളെല്ലാം ആരാധിക്കുന്ന ഒരു ഗായിക, വളരെ നല്ല ശബ്ദത്തിനുടമയായ ഒരു മികച്ച ഗായിക. ആ ഗായികയോട് കേരളീയർക്ക്, മലയാളികൾക്ക് എന്നും എപ്പോഴും ഒരു സ്നേഹമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ പറയണമായിരുന്നു എന്നത് ന്യായമായ ഒരു ചോദ്യമായിട്ട് അവിടെ ഉയർന്നു വന്നു. എന്താണ് പറഞ്ഞത്? അതിൻ്റെ ചുരുക്കം, അതായത് ജനുവരി 22 പ്രതിഷ്ഠാ നാളിൽ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ഉച്ചയ്ക്ക് 12:30 എല്ലാവരും ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന നാമം ചൊല്ലണം, ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആ സമയത്ത് ശ്രീരാമ ജയരാമ ജയ ജയ രാമ. പിന്നെ അതും പോരാ, വൈകിട്ട് എല്ലാവരും 5 തിരിയിട്ട നിലവിളക്ക് വീടിൻ്റെ ചുറ്റും കത്തിച്ചു വെക്കണം, തെളിയിക്കണം. ഇങ്ങനെ പറയാൻ കെ.എസ്. ചിത്ര ആരാണ്? അതാണ് ചോദ്യം. അവരൊരു സംഘടനയുടെ ആളായിട്ടോ ഒരു നിർദ്ദേശം പോലെ ഇങ്ങനെ പറയാൻ ഉള്ള റൈറ്റ് ചിത്രയ്ക്കുണ്ട്. നിർദ്ദേശിക്കുകയാണ്, ഇങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക എന്ന ലേബലിൽ ഇങ്ങനെ ഒരു ആഹ്വാനം നൽകാൻ കെ.എസ്. ചിത്രയ്ക്ക് അവകാശമുണ്ട്? ഇല്ല എന്നാണ് അതിൻ്റെ സാമാന്യ ഉത്തരം. വിമർശനങ്ങൾ വന്നത് അതുകൊണ്ടാണ്. അതേസമയം കെ.എസ്. ചിത്രയ്ക്ക് തൻ്റെ വിശ്വാസം പുലർത്താനും അതവർക്ക് വീഡിയോയിലെ സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോയിൽ പറയാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്ക്. ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് പറയാമായിരുന്നു, ഈ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് 12:20 ഞാൻ ഇത് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ തീരുമാനം, അത് എൻ്റേതായ മാത്രം തീരുമാനമാണ് എന്നവർ പറഞ്ഞിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ. അപ്പം ഞാനിങ്ങനെ ഉച്ചയ്ക്ക് 12:20 ജയ ജയരാമ ശ്രീരാമ ജയരാമ ജയ ജയരാമ ഞാൻ പാടിക്കൊണ്ടിരിക്കും, നാമജപം അല്ല ജപിച്ചുകൊണ്ടിരിക്കും. വൈകിട്ട് ഞാൻ വീടിന് ചുറ്റും ഇങ്ങനെ 5 തിരിയിട്ട നിലവിളക്കുകൾ കത്തിക്കും. ചിത്രയ്ക്ക് സ്വയം പറയാവുന്നതേ ഉള്ളൂ, ആരും ആക്ഷേപിക്കാൻ പോകില്ല. ഇനി ചിത്ര അത് പറയുന്നത് കേട്ടിട്ട് കേൾക്കുന്നവർക്കും വേണേൽ അങ്ങനെ ചെയ്യാം, അതവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇത് അവിടെയല്ല പ്രശ്നം. ആഹ്വാനം ചെയ്യുകയാണ്, എല്ലാവരും ഇത് ചെയ്യണം എന്നാണ് വീഡിയോയിലൂടെ, ആ ഷോർട്ട് വീഡിയോയിലൂടെ കെ.എസ്. ചിത്ര പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ചെറിയൊരു അപാകത ഇതിനകത്ത് സംഭവിച്ചത്. അത്രയും ആ ലെവലിലേക്ക് ചിത്ര പോകാൻ പാടില്ലായിരുന്നു എന്നാണ് ഒരു വിലയിരുത്തൽ. ഇത് തന്നെ ചിത്രയെ പിന്തുണച്ചുകൊണ്ട് പ്രശസ്ത ഗായകൻ ജി വേണുഗോപാൽ ഇട്ട FB പോസ്റ്റിലുമുണ്ട്. വേണുഗോപാൽ ചോദിച്ചിരിക്കുന്നത്, ഒരു വട്ടം അവരോട് ക്ഷമിച്ചുകൂടെ എന്ന്. അവർ വലിയ വായനയോ അല്ലെങ്കിൽ മറ്റ് വലിയ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന ആളല്ല, ഒരു സാധാരണ സ്ത്രീയാണ് അവർ. പക്ഷെ നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പോൾ അവരോടൊന്ന് ക്ഷമിച്ചുകൂടെ ഒരു തവണ എന്ന് ജി വേണുഗോപാൽ പറയുമ്പോൾ അതിനുള്ളിൽ ഒരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തോ ഒരു തെറ്റവർ ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു തവണ ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഒരു തെറ്റെവിടെയോ വന്നു എന്ന് ജി വേണുഗോപാലിനും തോന്നുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ പറയേണ്ടത്. അപ്പം ഇത് പിന്നെ അതൊരു സൈഡ്, ഇതിൻ്റെ ഒരു സൈഡ് കെ.എസ്. ചിത്രയുടെ വിഷയത്തിൽ. അപ്പോൾ അവിടെ ഒരു ചെറിയ പാകപ്പിഴ കെ.എസ്. ചിത്രയ്ക്ക് ഉണ്ടായി. പിന്നെ ചിത്രയെ അനുകൂലിച്ച് പറയാനും എതിർത്ത് പറയാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതെന്തുകൊണ്ടാണ്? ചിത്ര ഒരു നിലപാടെടുത്തു. ആ നിലപാടിൽ യോജിപ്പുള്ളവർ അതിനെ പിന്തുണയ്ക്കും, എതിർപ്പുള്ളവർ അതിനെ വിമർശിക്കും. അപ്പോൾ ഈ പിന്തുണയും വിമർശനവും ഒരേപോലെ സ്വീകരിക്കാനൊരു മാനസികമായിട്ട് ചിത്ര തയ്യാറെടുക്കണമായിരുന്നു.
ഇങ്ങനെയൊരു ഒരു വിവാദം വരാവുന്ന ഒരു 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 ആവശ്യം ഉന്നയിക്കുമ്പോൾ, ഒരു ആഹ്വാനം നടത്തുമ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതിന് പിന്നെ അവർ പിന്നെ ചേർത്ത് വെച്ച് പറഞ്ഞ ശ്ലോകം, അവരുടെ ഹ്രസ്വ വീഡിയോ അവസാനിക്കുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനെ കയറി വിമർശകർ പിടിച്ചു, അവിടെയും പിടിച്ചു. എന്താണ് ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തെല്ലാവർക്കും സുഖം ഉണ്ടാവട്ടെ, ക്ഷേമം ഉണ്ടാവട്ടെ, കേൾക്കുമ്പോൾ വളരെ അതിമനോഹരമായ ഒരു 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 പദമാണ്, അല്ലെ ഒരു വാക്യമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ എത്രയോ തവണ അത് കേട്ടിരിക്കുന്നു, പലരും പറയാറുണ്ട്. പക്ഷേ അതിന് മുകളിലത്തെ 3 വരികൾ, 4 വരിയാണ് ആ ശ്ലോകം, 4 വരി ശ്ലോകമാണ്. അതിലെ ആദ്യത്തെ 3 വരികൾ, അതിൻ്റെ അർത്ഥം കൂടി ചേർത്തിട്ടല്ലേ ഒരു ശ്ലോകം പൂർണ്ണമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. അവിടെ എന്താണ് പറയുന്നത്? അത് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിഷ ഗോ ബ്രാഹ്മണ്യേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഒന്നുകൂടി ചൊല്ലാം, ചെറിയ 4 വരികൾ മാത്രമാണ്. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിഷ ഗോ ബ്രാഹ്മണ്യേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ബ്രാഹ്മണരെ വന്ദിച്ച് അവർ പറയുന്ന പോലെ രാജാവ് നാട് ഭരിക്കണം. ബ്രാഹ്മണരെ വന്ദിച്ച് അവർ പറയുന്ന പോലെ, ബ്രാഹ്മണർ പറയുന്ന പോലെ രാജാവ് നാട് ഭരിക്കണം. പശുക്കൾക്കും ബ്രാഹ്മണനും പരമസുഖമാവണം. ഈ 2 പേർക്കും സുഖമായാൽ, പശുക്കൾക്കും ബ്രാഹ്മണർക്കും സുഖമായാൽ പിന്നെ ലോകസുഖം. ബ്രാഹ്മണരെ വേണ്ടതുപോലെ വന്ദിക്കാനും അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുമാണ് നിർദ്ദേശിക്കുന്നത്. ഇത് ഇന്നത്തെ സമൂഹത്തിലെ, ആധുനിക സമൂഹത്തിൽ ഇത് സ്വീകാര്യമായിരിക്കുന്നു. ഇത് മനുസ്മൃതിയോട് ചേർന്ന് നിൽക്കുന്ന അർത്ഥം വരാവുന്ന ഒരു ശ്ലോകമാണിത്. അതിൻ്റെ അവസാനത്തെ ഒരു മനോഹര വരി മാത്രം എടുത്തിട്ട്, ലോക സമസ്ത സുഖിനോ ഭവന്തു എടുത്തിട്ട് നമുക്കിതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുമോ? അപ്പോൾ രണ്ടാമത് ചിത്രയ്ക്ക് പറ്റിയ ഒരു ശ്രദ്ധക്കുറവെന്ന് പറയുന്നത്, ഈ ഒരു ശ്ലോകം എടുത്തവിടെ പറയുമ്പോൾ എന്താണ് ചിത്രം ഉദ്ദേശിച്ചത്, ആ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം ആൾക്കാർ തപ്പിയെടുക്കും, വിമർശിക്കും എന്ന് നമ്മൾ ഊഹിച്ചുകൂടെ? അതിൻ്റെ അർത്ഥം അത് തന്നെയാണല്ലോ. അപ്പോൾ ബ്രാഹ്മണർക്കും പശുക്കൾക്കും ക്ഷേമം ഉറപ്പാക്കുക. പശുക്കൾ മിണ്ടാപ്രാണികൾ, അവർക്ക് തീറ്റയും പുല്ലും കാടിയും പിന്നെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്ഷേമം അവിടെ ഉറപ്പാക്കി. അവർക്ക് വിശ്രമിക്കാൻ ഒരു കൂരയും, അതായത് എരുത്തിൽ കാലിത്തൊഴുത്തുണ്ടായി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു. അതൊരു സമീകരണമാണ്. പശുക്കൾക്കും പിന്നെ ബ്രാഹ്മണരാണ്, വേറെ ആരും പരിഗണിക്കുന്നില്ല. പശുവിൻ്റെ കാര്യം അങ്ങനെ അങ്ങ് നോക്കാം. പശു ഒന്നും മിണ്ടിയൊന്നും പറയാൻ വരുന്നില്ല, വിമർശിക്കാൻ വരുന്നില്ല. പിന്നെ ബ്രാഹ്മണരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. രാജാവ് അത് കേട്ട് ഭരിച്ചാൽ മതി, ലോകം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പശുവിനെ കൂട്ടിക്കെട്ടിയത് ഒരു സമീകരണത്തിന് വേണ്ടി മാത്രമാണെന്ന് ആ ശ്ലോകം വ്യാഖ്യാനിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ശ്ലോകത്തിൻ്റെ അവസാനത്തെ വരിയും വാചകവും പറഞ്ഞുകൊണ്ടാണ് ചിത്രയുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ചിത്ര ഒരു പാവമല്ലേ, ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറയുന്നതിനോടും, അത്ര പാവമായിട്ടാണോ ചിത്ര ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയത്? വളരെ ആലോചിച്ച് കൃത്യമായിട്ട് ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അതിടുക, അത് അത്ര വെറും പാവത്തരം കൊണ്ട് ചെയ്തു. ഈ അയോധ്യയിലെ രാമക്ഷേത്രവും അവിടെ ഉണ്ടായിരുന്ന തകർക്കപ്പെട്ട ബാബറി മസ്ജിദുമൊക്കെ നൂറ്റാണ്ടുകളുടെ ഈ കൊളോണിയൽ മുതൽ ഇങ്ങോട്ടുള്ള യുദ്ധങ്ങളുടെയും ഏറ്റുമുട്ടലിൻ്റെയും ഒക്കെ ഒരു ചോരപുരണ്ട ചരിത്രം അതിനുണ്ട്. എത്രയധികം ജീവനുകൾ നഷ്ടപ്പെട്ട ചോരപുരണ്ട ഒരു ചരിത്രമാണ് അയോധ്യയിലുള്ളത്. രാമ ജന്മഭൂമിയായാലും ബാബറിൻ്റെ മസ്ജിദ് പിന്നീട് വന്നതായാലും
അപ്പോൾ അത്തരമൊരു വിഷയം വളരെ സെൻസിറ്റീവാണ്. അന്നും ഇന്നും എപ്പോഴും എത്രയോ മനുഷ്യജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. ചോരയിലാണ് പുതിയ ക്ഷേത്രവും ഉയരുന്നത്. അവിടെ രാമക്ഷേത്രത്തിൻ്റെ അടിയിലും മനുഷ്യരുടെ ചോര വീണതിൻ്റെ തുടർച്ചയായിട്ടാണ് എത്രയോ പേരുടെ ഈ രാമക്ഷേത്രം അവിടെ ഉയരുന്നത്. അതേപോലെ ബാബറി മസ്ജിദ് ഉയർന്നു വന്നപ്പോൾ ഇതേപോലെ ചോര ചീന്തിയിട്ടുണ്ടാവണം. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഞാനിത് ചെയ്യാൻ പോകുന്നു എന്ന് ചിത്ര പറയുന്നതിൽ ഞങ്ങൾ യാതൊരു തെറ്റും കാണുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനകത്തൊരു അപാകതയുണ്ട്. അതാണ് ചിത്രയ്ക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത്. അത് KS ചിത്ര സൂക്ഷിക്കണമായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ചില വിമർശനങ്ങൾ വളരെ അങ്ങ് നെഞ്ചത്ത് കൊള്ളുന്ന വിമർശനങ്ങളൊക്കെ പലരും ഉന്നയിച്ചിട്ടുണ്ട്, പ്രമുഖർ തന്നെ. അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്രമുഖ എഴുത്തുകാരിയായ ഇന്ദു മേനോൻ പറഞ്ഞ ഒരു കമന്റ് ഈ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടത്, KS ചിത്രയെ പറ്റി കുയിലല്ല, വെറും കുയിലല്ല, പാവം കുയിലല്ല, കള്ള പൂങ്കുയിലെന്നാണ് വിശേഷിപ്പിച്ചത് KS ചിത്രയെ. അത്രയും വരെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നോ എന്ന് KS ചിത്ര ആലോചിക്കുന്നത് അവർക്ക് നല്ലതിനാവട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കും.